ചെറിയൊരു വോബിളിംഗ് ഉണ്ട്. പക്ഷേ അന്നത്തെ പോലെ വോബിൾ ചെയ്ത് വോബിളിൻ്റെ ഇത് കൂടുന്നില്ല. സാധനം ബാക്കിൽ വെച്ചിട്ട് കെട്ടിയിട്ടാണ് ഞാൻ പോകാറ്. അവസാനം കൂട്ടറേവരിട്ട് ഉളിയിട്ടിട്ട് വെട്ടിക്കീറി എടുക്കുകയായിരുന്നു. ഹലോ ഗൈസ്, സീറ്റ് ആൻഡ് എക്സ്പ്ലോർ ബിയാജുവിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഹാൻഡിൽ ഇങ്ങനെ ഒരു വോബിൾ ചെയ്യുന്നൊരു കംപ്ലയിൻറ്റ്. അപ്പോൾ അത് ഞാൻ എൻ്റെ രീതിയിൽ ഞാൻ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാനൊന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് എന്തൊക്കെ കംപ്ലയിൻസുകൾ എന്നുകൊണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് മാറ്റി ഒന്ന് റെഡിയാക്കാൻ, അതായത് ഒന്ന് കോട്ടം പിടിക്കുക എന്നൊക്കെ പറഞ്ഞൊരു പ്രവണതയുണ്ട്. ആ ഒരു കാര്യത്തിന്, അതായത് പണ്ട് സൈക്കിളിലൊക്കെ ഉണ്ടായിരുന്നൊരു സംഭവമാണ്. ആ ഒരു കോട്ടം പിടിക്കുന്നതിനായിട്ട് നമ്മൾ ഒന്ന് ടൗൺ വരെ പോവുകയാണ്. അതേപോലെ തന്നെ ഇന്നലെ ഒരു സാധനം സോൾഡ് ചെയ്യാൻ, അതായത് ഇതേപോലെ എനിക്കൊരു സ്വിച്ച് ഉണ്ടായിരുന്നു. ആ സ്വിച്ച് ഒന്ന് കംപ്ലയിൻ്റ് ആയിട്ടുണ്ട്. അതിനകത്തൊന്ന് സോൾഡിങ് വിട്ടുപോയത്. കാരണം 300 രൂപയാണ് ഈ ഒരു സ്വിച്ചിന് നമുക്ക് വരുന്ന വില. അവരുടെക്ക് കംപ്ലയിൻ്റ് ആയിട്ട് ഞാൻ ഈ സ്വിച്ച് മാറ്റുകയാണ് ഉണ്ടായത്. ഞാനപ്പം തുറന്നു നോക്കിയപ്പം ആ സ്വിച്ചിൻ്റെ സോൾഡിങ് വിട്ട് കിടക്കുകയായിരുന്നു. അപ്പോൾ ആ സ്വിച്ചിൻ്റെ സോൾഡിങ് ചെയ്യാനായിട്ട് ഒരു അയൺ ഇന്നലെ ഫാദർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വീട്ടിൽ കൊണ്ടുവന്ന് ഒന്ന് ഹീറ്റൊക്കെ ആക്കിയപ്പോഴത്തേന് ഗോവിന്ദ അടിച്ചുപോയി. അതപ്പോൾ ഞാൻ ആ അയണിൻ്റെ കമ്പനിയിൽ തന്നെ അവരെ വിളിച്ചു ചോദിച്ചാൽ അവർ പറഞ്ഞു വാങ്ങിച്ച കട ഏതാണ്, അവിടെ കൊണ്ട് കൊടുത്താൽ മതി, അവർ റീപ്ലേസ് ചെയ്ത് തരുമെന്ന് പറഞ്ഞു. അതപ്പോൾ കൊണ്ട് കൊടുത്തിട്ട് ഒന്ന് മാറ്റി ഒന്ന് വാങ്ങണം. പിന്നെ ഇതിൻ്റെ ആ കോട്ടം പിടിക്കുന്ന ആ ഒരു പരിപാടി ഉണ്ട്, അത് ഒന്ന് ചെയ്യണം. മെയിനായിട്ട് ആ കോട്ടം പിടിക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ നമ്മൾ ആ കോട്ടം പിടിക്കുന്നതിനായിട്ട് നമ്മൾ പോവാണ് പത്തനംതിട്ട എന്ന ടൗണിലേക്ക്. കമാൻ ലെറ്റ്സ് ഗോ. കോട്ടം പിടിക്കുന്നതല്ലാണ്ട് നമ്മളെ കോൺസെപ്റ്റ് ലൂസാണെന്ന് കരുതിയിട്ട് ഒന്ന് ടൈറ്റ് ചെയ്യാൻ ഇതൊന്ന് ഊരിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഊരിയപ്പം ഞാൻ ഇതിൻ്റെ ഒരു അല്ലൻ കീയുടെ ഒരു നട്ടുണ്ടായിരുന്നു. ആ നട്ടിൻ്റെ അല്ലൻ കീയുടെ ആ ഒരു നട്ടിൻ്റെ മുകളത്തെ അല്ലൻ കീ ഇടുന്ന ഭാഗം ചതഞ്ഞു പോയി. അവസാനം കൂട്ടറേവരിട്ട് ഉളിയിട്ടിട്ട് വെട്ടിക്കീറി എടുക്കുകയായിരുന്നു. അപ്പം അതിൻ്റെ ഒരു നട്ടും 2 നട്ട് വാങ്ങണം. ഞാൻ ഒരു 3 നട്ട് ഇട്ടിട്ടുള്ളൂ. സാധാരണ ശരിക്കും 4 സ്ക്രൂ ഉണ്ട്, 3 സ്ക്രൂ ഇട്ടിട്ടുള്ളൂ. ഒരു സ്ക്രൂ ഞാൻ ഇട്ടിട്ടില്ല. ഇനി ചെന്ന് ആ സ്ക്രൂ ഉണ്ടോ നോക്കിയിട്ട് അത് പിന്നെ വാങ്ങിയിട്ട് ആ സ്ക്രൂ എടുത്ത് കയറ്റി ഇടണം. ആ ഒരു പരിപാടിയും കൂടെ നമ്മൾ ഈ പോകുന്ന വഴിക്ക് തന്നെ നമുക്കത് ചെയ്യാനുണ്ട്. നമ്മളിപ്പോൾ അയൺ കൊണ്ട് കൊടുത്ത് ചെക്ക് ചെയ്ത് നമ്മളിപ്പം വേറെ അയൺ നമ്മൾ വാങ്ങി സോൾഡിങ് ആണ്. ഇനിയിപ്പോൾ നമുക്കത് വണ്ടിയുടെ വീല് ഒന്ന് കോട്ടം പിടിക്കാനായിട്ട് പോകണം. അവിടെ ഒരു കട ഉണ്ടെന്നാണ് പറഞ്ഞത്. നമുക്കൊന്ന് പോയി നോക്കാം കട ഉണ്ടോയെന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ട അതേ ഒരു എന്താ പറയുക, ഗാന്ധി പ്രതിമയുടെ അവിടെ ആയിട്ടാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ വരുമ്പോൾ നല്ല കാപ്പിപ്പൊടിയുടെ സ്മെല്ലാണ്. കാരണം ഇവിടെ അടിപൊളി ഒരു കാപ്പിപ്പൊടി ഉണ്ടാക്കുന്നൊരു കടയുണ്ട്. അപ്പോൾ ആ അടിപൊളി സ്മെല്ലെന്ന് പറഞ്ഞാൽ നല്ല ഉരുവയും ഇതൊക്കെ ഇട്ട് പൊടിച്ച കാപ്പിപ്പൊടിയുടെ നല്ല സ്മെല്ലാണ്. നമ്മളിവിടെ വന്ന് അവിടെ സാധനം നമ്മൾ കൊടുത്തില്ല നോക്കട്ടെന്ന് പറഞ്ഞു. ഒന്ന് സെൻറ്റർ സ്റ്റാൻഡിലൊക്കെ വെച്ചിട്ട് വളമുള്ള ഭാഗം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് കയറ്റി ഒന്ന് വെച്ചിട്ട് നോക്കട്ടെ. അപ്പോൾ പറയാം എന്താവും. ഇവിടെ കൊണ്ടുവച്ചു അച്ഛൻ കട്ടയൊക്കെ കയറ്റിയിട്ട് മേളിൽ കയറ്റിയിട്ട് വണ്ടി പൊക്കി വെക്കാനായിട്ട് നോക്കുന്നുണ്ട്. ചിലപ്പോൾ ഹെൽപ്പ് ചെയ്യേണ്ടി വരും. ആണെങ്കിൽ ടയറൊക്കെ അഴിച്ച് സെറ്റ് ചെയ്യാനായിട്ടുള്ള വരെയാണ്. ചിലപ്പോൾ പറഞ്ഞു ഇന്ന് നടക്കൂലാണ് പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു ചെറുതായിട്ടൊന്ന് വളഞ്ഞിരിപ്പുണ്ട്, അവിടെ കാണിച്ചു കൊടുത്തു. കൊല്ലനെ റിമൂവ് ചെയ്ത് മാറ്റണം എന്നൊക്കെയാണ് പറഞ്ഞത്. അതായത് അത് നോക്കാം എങ്ങനെയാകും. അഴിച്ച് കാറ്റൊക്കെ കളഞ്ഞിട്ട് റെഡിയാക്കാനായിട്ടുള്ള പരിപാടിയാണ്. കാറ്റൊക്കെ കളഞ്ഞ് സംഭവം ഫുള്ള് സെറ്റാക്കാൻ പോവാം. കാറ്റൊക്കെ അഴിച്ച് കഴിഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ നോക്കാം. സാധനം നമ്മുടെ ട്യൂബ് ഊരിയെടുത്ത് ഇനിയിപ്പോൾ അതിൻ്റെ റിം ഊരി മാറ്റിയിട്ട് വേണം അത് ഒന്ന് കോട്ടം പിടിച്ചൊന്ന് സെറ്റ് ചെയ്യാനായിട്ട്. ഇപ്പോൾ കഴിച്ചെടുത്ത് മാറ്റുന്നു. കുറച്ച് തുരുമ്പൊക്കെ ഉണ്ടല്ലോ ട്യൂബിനകത്ത്, റിമ്മിൽ കുറച്ച് തുരുമ്പൊക്കെ എടുത്തിരിപ്പുണ്ട്. ഞാൻ അഴിച്ചിട്ട് ഫുള്ളൊന്ന് ജസ്റ്റ് ഒരു നോർമൽ രീതിയിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് എങ്ങനെയാണെന്നുള്ളത്. ഇൻ്റൽ ഭാഗം തടിയിലൊക്കെ വെച്ച് സെറ്റൊക്കെ ഒന്ന് വെക്കാനാണെന്ന് തോന്നുന്നു തീരുമാനം. വേറെ തടിക്കട്ടയൊക്കെ എടുക്കാൻ പോയിട്ടുണ്ട്. അന്ന് ബെൻഡായിട്ടുള്ള ഭാഗം ഒന്ന് ഓർക്കാനായിട്ട്. വീലിൽ കയറ്റിയിട്ടിട്ട് സെറ്റായിട്ട് നമ്മൾ കറക്റ്റ് കോട്ടം പിടിച്ചിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കും ഏതെങ്കിലും ഒരു സൈഡ് വളവുണ്ടോ ഇല്ലയോ എന്നൊക്കെ. അതിൻ്റെ കമ്പിയെല്ലാം കൂടെ മുറുക്കുന്ന ഒരു പരിപാടിയാണ്. മുറുക്കി കഴിഞ്ഞാൽ അത് ചെറിയൊരു വളവുണ്ട്. നോക്കി കഴിയുമ്പോൾ ചെറുതായിട്ട് വളയുന്ന കറക്റ്റ് കാണാൻ പറ്റും. അതാ ഒരു വളമുള്ള ഭാഗം മുറുക്കിയെടുത്തൊന്ന് ടൈറ്റ് ചെയ്തൊന്ന് റെഡിയാക്കുകയാണ് പരിപാടി.
നമ്മൾ ഓരോ തവണയും കോട്ടം പിടിച്ച് വളവുണ്ടെങ്കിൽ അത് നൂർത്ത് മെഷീനിൽ വെച്ചിട്ട് ഒന്ന് കറക്കി ചെക്ക് ചെയ്ത് വളവ് നൂർത്തെടുക്കുകയാണ്. അതേപോലെ തന്നെ കമ്പി ചെറുതായിട്ട് ടൈറ്റ് ചെയ്ത് നൂർത്തെടുക്കുകയാണ് പരിപാടി. കുറേ തവണ അടിച്ചടിച്ച് നേരെയാക്കി വേണം അതിൻ്റെ കോട്ടൺ പോയിട്ട് കറക്റ്റ് ലെവലാക്കി എടുക്കാനായിട്ട്. അത്ര അടിക്കുമ്പോൾ വേറെ ഏതെങ്കിലും ഭാഗമാണെങ്കിൽ അത് ഓടും. രണ്ടും ചേർത്ത് വരുന്നതായതുകൊണ്ട് അപ്പോൾ റിമ്മിൻ്റെ ജോയിൻ്റ് ഭാഗമാണ് വളഞ്ഞിരിക്കുന്നത്. അപ്പം റിമ്മ് മാറ്റാനേ വകുപ്പുള്ളൂ. ഒന്നാമത്തെ കാര്യം നമുക്കെന്തായാലും ടയറും ട്യൂബ് ഇട്ട് ഒന്ന് ഓടിച്ചൊന്ന് വിട്ടിട്ടൊന്ന് നോക്കാം. എന്നാൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ആ ഒരു വിറയിൽ നമുക്ക് മാറിയിട്ടുണ്ടോ എന്നുണ്ട്. അപ്പോൾ ടയർ എടുത്തു. ട്യൂബെല്ലാം തുരുമ്പെടുത്താണ് ഇരിക്കുന്നത്. ട്യൂബിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ട്യൂബിന് മാറേണ്ടതായിട്ട് വരുമെന്ന് തോന്നുന്നു, പറയാൻ പറ്റില്ല എന്താകും. ടയർ മാറ്റി. നമ്മൾ ടയർ ഇടാൻ പോവുകയാണ്. പരിപാടിയെല്ലാം കഴിഞ്ഞ് ടയറിട്ട് കഴിഞ്ഞിട്ടൊന്ന് ഓടിച്ച് നോക്കിയാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ആ ഒരു വിറയിൽ മാറിയോ ഇല്ലയോ എങ്ങനെയാണ് എന്ന്. അങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഓടിച്ച് നോക്കാം, എന്തായാലും അറിയാം. അപ്പോൾ ടയർ സെറ്റ് ബാക്കി ഇനി ടൈറ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് ഓടിച്ച് നോക്കാം എങ്ങനെയാണെന്ന് അറിയാം. ആക്കിയതല്ലേ, നമുക്കപ്പോൾ ഒന്ന് പോയൊന്ന് നോക്കാം എങ്ങനെയാണ് ടയറിൻ്റെ അവസ്ഥ എന്ന്. ടയറൊന്ന് ആക്കിയാണ്, ചെറിയൊരു വിറയിലുണ്ടായിരുന്നു. ഇല്ലാത്ത പോലെ ഉണ്ട്. നമുക്ക് തിരിച്ച് വരുന്ന വഴി നമുക്കൊന്ന് നോക്കാം. തിരിച്ച് കഴിഞ്ഞിട്ട് നോക്കാം. സ്ട്രെയിറ്റ് ചെറിയൊരു മീഡിയം സ്പീഡിൽ കിട്ടിയാൽ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. ഓക്കെ, വിറയൽ കുറവുണ്ട്. ഓക്കെ, ബാക്കിൽ വെയിറ്റ് വെക്കുമ്പോഴാണ് കറക്റ്റ് നമുക്ക് ആ ഒരു വിറയിലുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഏകദേശം വണ്ടി ഓക്കെ ആണ്. അപ്പോൾ നമുക്ക് എന്തായാലും കടയിൽ പോയിട്ട് നമുക്ക് പൈസ കൊടുക്കാം. അപ്പോൾ എത്ര ആകുമെന്നറിയില്ല, പോയി നോക്കിയിട്ട് നമുക്ക് നോക്കാം എത്ര ആകുമെന്ന്. നമുക്ക് കടയിൽ പോയി കഴിയുമ്പോൾ എന്തായാലും അവർ പറയുമല്ലോ. സാധാരണ ചെറിയൊരു വിറയിലുണ്ടായിരുന്നു ഇങ്ങനെ നമ്മൾ പോകാൻ നേരം. അല്ല, ആ ഒരു വിറയിലിപ്പോൾ അങ്ങോട്ട് ഫീൽ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും അവിടെ കയറിയിട്ട് പൈസയും കൊടുത്ത് ബാഗ് എടുത്തിട്ട് നമുക്ക് പോവാം. ഓക്കെയാണ്, വിറയിൽ അങ്ങനെ അറിയുന്നില്ല. ഓക്കെ, അപ്പോൾ പത്തനംതിട്ടയിൽ
കോട്ടം പിടിക്കേണ്ട ആവശ്യമുള്ളവർ കടയുമായി ബന്ധപ്പെടുക. വിജയൻ സൈക്കിൾ എംപോറിയം, മാഴൂർ റോഡ്, പത്തനംതിട്ട. ഫോൺ നമ്പരും ഉണ്ട്, ആവശ്യമുള്ളവർ വിളിക്കാട്ടാ. ഇവിടെ കോട്ടം പിടിക്കുന്ന കടയാണ്. പത്തനംതിട്ട ചന്തേന്ന് ഇങ്ങോട്ട് വരുന്ന വഴിയാണ്. ഇത് പത്തനംതിട്ട ചന്ത റോഡാണ്, അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിയാണ് ഇവിടെ ഈ കട ഇവിടെ ഉള്ളത്. അപ്പോൾ എത്ര ആയെന്ന് നമുക്ക് ചോദിക്കാം. പുള്ളി കുറച്ച് ബിസിയാണ്. എത്ര ചായ? അപ്പോൾ 500 നമ്മൾ കോട്ടം പിടിച്ചതിന് ആയ പൈസ. ഇപ്പോൾ നമുക്കോട് വെയിറ്റൊക്കെ വെച്ച് കയറ്റിയിട്ട് നമുക്ക് നോക്കാം കറക്റ്റ് ആ വിറയിലും കാര്യങ്ങളൊക്കെ ഉണ്ടോ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ വീല്, അതായത് ഇതേപോലെ കമ്പി വീലുള്ള വണ്ടിക്ക് കോട്ടം പിടിക്കണമെങ്കിൽ ഇവിടെ വന്നാൽ മതി. ഞാനപ്പോൾ ഈ ഫോൺ നമ്പറൊക്കെ വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വേണമെങ്കിൽ ഞാൻ കൊടുക്കാം. കോട്ടം പിടിച്ച കടയോട് നമ്മൾ വിട പറഞ്ഞ് നമ്മൾ അടുത്ത കട, അതായത് നമ്മുടെ ഇതിൻ്റെ കോൺസെപ്റ്റിൻ്റെ ഊരിൻ്റെ അവിടുത്തെ സ്ക്രൂ ഉണ്ടായിരുന്നു. ആ സ്ക്രൂ നമുക്ക് പോയിട്ട് വാങ്ങിക്കണം. ഒരു 2-3 വാങ്ങിക്കാണ്ട്. അല്ലെങ്കിൽ സെറ്റ് ചെയ്യുന്ന സ്ക്രൂ ഉണ്ട്. ആ സ്ക്രൂ വാങ്ങിയിട്ട് നമുക്ക് ഈ സാധനം ഒന്ന് അല്ലെങ്കിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്ത് ഓക്കെ ആക്കണം. എക്സ്പൾസിൻ്റെ ഇങ്ങനെ ചെറിയൊരു വെട്ടലുണ്ടെങ്കിൽ നമുക്ക് മാറിക്കിട്ടും. അപ്പോൾ ഒന്നാമത്തെ കാര്യം അത് ജോയിൻറ്റിൻ്റെ അവിടെയാണ് ശരിക്കും വെട്ടൽ വരുന്നത്, റിമ്മിൻ്റെ ജോയിൻറ്റിൻ്റെ അവിടെ. അപ്പം പുള്ളിയേക്കാൾ ആവുന്ന വിധം പുള്ളി നല്ലോണം ശ്രമിച്ച് ആക്കിയിട്ടുണ്ട്. ഇനിയും നല്ലോണം അടിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക, അത് പൊട്ടാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. കുഴപ്പമൊന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞു. ഞാനപ്പം ഒന്ന് ഓടിച്ചു നോക്കി, കണ്ടില്ലേ. അപ്പോൾ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ഇനിയിപ്പോൾ ബാക്കിലൊക്കെ വെയിറ്റ് വെച്ചിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആ വിറയിൽ കറക്റ്റ് അങ്ങോട്ട് അറിയാൻ പറ്റുള്ളൂ. ഇപ്പം എന്നാലും വിറയിലൊന്നുമില്ല. നേരത്തെയൊക്കെ ആണെങ്കിൽ 60-70 പോകുമ്പോൾ കൈയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ വിറയിൽ കറക്റ്റ് അറിയാൻ പറ്റും. ഇനി നമ്മൾ കറങ്ങിത്തിരിഞ്ഞ് നമുക്ക് അപ്പുറത്ത് പോയിട്ട് സ്ക്രൂ വാങ്ങാം. ഓക്കെ, അതിൽ ഒന്ന് ചോദിച്ച് അവിടെ എന്താ പറയുക, ഫുൾ ത്രെഡ് സ്ക്രൂ നമ്മൾ ചോദിച്ച് സാധനം അവിടെ ഇല്ല. അപ്പോൾ എന്താ ചെയ്യുക, നമ്മളപ്പോൾ ഹീറോയുടെ സ്പെയറിലൊന്ന് ചെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം. സാധനം ഉണ്ടോ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാം. ഹീറോയുടെ അവിടെ ചെന്നിട്ട് അവരോടൊന്ന് ചോദിക്കാം. 4 പീസോളം വേണം. ചെന്ന് ചോദിക്കാം ഉണ്ടോ ഇല്ലയോ എന്ന്. അവിടെ ചെന്നിട്ട് നമുക്ക് നോക്കാം. ഇവിടെ ഷോറൂമിലും വന്നു. പക്ഷേ സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ നെറ്റില്ലാന്ന്. 5 മണിക്ക് പോയ നെറ്റാണ്, 5:30 ആയിട്ട് നെറ്റ് വന്നിട്ടില്ല എന്നുകൊണ്ട് ഇവർക്ക് ഫുള്ള് ഭയങ്കര സ്ലോയാണ്. ഇവിടെ ഒന്നാമത്തെ കാര്യം ഏകദേശമൊക്കെ പോയൊരു മട്ടാണ്. അവിടെ നെറ്റില്ലാണ്ട് അവർക്ക് റാക്കിൽ എവിടെ ഇരിക്കുന്നതെന്ന് അറിയില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്താ പറയുക, ആ നട്ടിൻ്റെ കാര്യത്തിൽ ഗോപി നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകുമ്പോൾ ഏതെങ്കിലും 1-2 കടകൾ നമുക്ക് ഉണ്ടാവും. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് തപ്പാം. എല്ലാം വേണ്ടിയിരിക്കില്ല. പക്ഷെ ഒന്നാമത്തെ കാര്യം നമ്മൾ ആദ്യം കയറിയ കടയിൽ അതുണ്ട്, പക്ഷേ ഹാഫ് ത്രെഡാണ്, ഫുൾ ത്രെഡ് അല്ല. നമ്മുടെ ഇത് ശരിക്കും ഫുൾ ത്രെഡാണ് വരുന്നത്, പക്ഷേ അല്ലൻകിയാണ് വരുന്നത്. പക്ഷേ അവിടെ ഇരിക്കുന്ന 10 mm ആണ്. പക്ഷേ അതിൻ്റെ മുകളിലൊരു വാഷറുണ്ട്. ആ വാഷർ ഇവിടെ തട്ടിയിട്ട് ഇതിനകത്തോട്ട് കയറത്തില്ല. നമുക്കപ്പോൾ ഈ ഒരു ക്ലിപ്പും ഉണ്ട്, നമുക്ക് അല്ലങ്കിക്കകത്ത് കണക്ട് ചെയ്യുന്ന സാധനം കിട്ടുന്നില്ല. അതാണ് മെയിൻ പ്രശ്നം. ഞാനപ്പം നെറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പുള്ളിയോട് പറഞ്ഞു എൻ്റെ വൈഫൈ ഉണ്ട്, അപ്പോൾ ഇതിനകത്ത് വൈഫൈ കണക്ട് ചെയ്യാൻ പറ്റില്ല എന്ന്. എന്തായാലേ ഭയങ്കര ശോകം. അത് ഒന്നാമത്തെ കാര്യം ഒരു വർഷത്തോളമായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നമുക്ക് ആ ഷെൽഫിൽ എവിടെയാണ് സാധനം ഇരിക്കുന്നതെന്നൊക്കെ പണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ട്. ഇതിപ്പം പുതിയതായിട്ട് വന്ന ഒരാളാണെന്ന് തോന്നുന്നു, കണ്ടുപിടിക്കാനുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വേറെ കട നമുക്ക് പോയി തപ്പാം. ഓക്കെ, അതിൽ നമ്മൾ കോട്ടൺ പിടിക്കൽ മാത്രമേ നമ്മുടെ കൈ ഉണ്ടാകുന്നുള്ളൂ. പിന്നെ സോൾഡിങ്ങാണ് മാറ്റി നമ്മൾ നോക്കിയാൽ ഇവിടുത്തെ ഈ നട്ട് നമുക്ക് എങ്ങ് കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ അവിടുന്ന് സാധനമെല്ലാം മാറ്റി ഇപ്പോഴാണ് നമുക്കൊരു ചെറുതായിട്ടൊരു നല്ലൊരു ഓപ്പൺ റോഡ്, അതായത് സ്ട്രെയിറ്റ് ആയിട്ട് റോഡ് നമുക്ക് കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമുക്ക് ഒന്ന് ത്രോട്ടിൽ കൊടുത്താൽ 60-70 ആ ഒരു കിലോമീറ്റർ സ്പീഡിൽ പോയിട്ട് നമുക്ക് ഇതിൻ്റെ ചെറിയൊരു വോവ്ലിങ് എങ്ങനെ പോയാലും ഉണ്ടാവും. കാരണം റിമ്മിൻ്റെ ആ ജോയിൻറ്റിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്നാണ് ആ ഒരു പ്രശ്നം വന്നത്. അപ്പോൾ പുള്ളിയാലാവുന്ന വിധം മാക്സിമം പുള്ളി റെഡിയാക്കി തന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ ഒരു 60-63 പോകുന്നത്.
ചെറിയൊരു വോബിളിംഗ് ഉണ്ട്. പക്ഷേ അന്നത്തെ പോലെ വോബിൾ ചെയ്ത് വോബിളിൻ്റെ ഇത് കൂടുന്നില്ല. അന്ന് ഞാൻ ഒരു ഷോർട്സ് വീഡിയോ കാണിച്ചപ്പോൾ വോബിള് ചെറിയൊരു വോബിളായിട്ട് വന്ന് നിന്ന് കൂടി പോകുന്നൊരു കാര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു വോബിള് അങ്ങനെ തന്നെ നിന്നിട്ടുണ്ട്. വണ്ടി സ്പീഡ് കുറയുന്നതിനനുസരിച്ച് ആ വോബിളിങ്ങും അതേപോലെ തന്നെ കുറയുന്ന ആ ഒരു കാര്യം ഇത്തവണത്തെ ഇതിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ നോർമൽ ഒരു 50-ലൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് വോബിളിങ് അങ്ങനെ ഉണ്ടാവില്ല. ശരിക്കും പറഞ്ഞാൽ ബാക്കിലൊരു വെയിറ്റ് വെച്ചിട്ടോ അല്ലെങ്കിൽ ബാഗാണെങ്കിലോ സാധനം ബാക്കിൽ വെച്ചിട്ട് കെട്ടിയിട്ടാണ് ഞാൻ പോകാറ്. അങ്ങനെ പോയപ്പോഴാണ് ശരിക്കും ആ വോബിളിങ് നിങ്ങളെ കാണിച്ചു. അപ്പോൾ ബാഗാണെങ്കിൽ ബാക്കിൽ വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതേ രീതിയിലുള്ള വോബിളിങ് ഉണ്ടോ ഇല്ലയെന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഞാൻ ബാക്കിൽ ഒരു ഹെൽമെറ്റ് കെട്ടി വെച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ബാഗായാലും ബാക്കിലോട്ടാണ് വെയിറ്റ് ഉള്ളത്. ഞാൻ വേണം കുറച്ച് ബാക്കിലോട്ട് ഇറങ്ങിയിരുന്നിട്ട് നമുക്ക് നോക്കാം. അപ്പോഴാണെങ്കിൽ വോബിളിങ് അധികമായിട്ട് ഒന്നും വോബിളിങ് കറക്റ്റ് അനുഭവപ്പെടുന്നില്ല. അപ്പോൾ 60 സ്പീഡിലൊന്നും അറിയുന്നില്ല. അപ്പോൾ ഇത്രയും വോബിളിങ് കുറഞ്ഞു. ഇനി അങ്ങനെ പോലെ റിമ്മ് മാറ്റിയാലേ നമുക്ക് ആ വോബിളിങ് കറക്റ്റ് രീതിയിൽ നമുക്ക് മാറി കിട്ടുള്ളൂ. എത്തിയതെന്ന് പറഞ്ഞാലും മാറില്ല. അപ്പോൾ ഇത്രയാണ് നമ്മളെ വോബിളിങ്ങിൻ്റെ നമ്മൾ ചേഞ്ച് ആക്കാൻ പോയതിൻ്റെ നമ്മുടെ ഒരു ഷോർട്ട് ഒരു മിനി വ്ളോഗ് വീഡിയോ. അപ്പോൾ ബൈ അടുത്തൊരു കാര്യം പറയുന്നതിനും വരെ ബൈ. സൈനിങ് ഓഫ് ഫ്രം മീറ്റ് ആൻഡ് എക്സ്പ്ലോർ. ബൈ അച്ചു.